മനസ്സിൽ ഇപ്പോഴും ജനമൈത്രി എത്താത്ത പോലീസുകാരുടെ മുഖത്തേറ്റ അടിയാണ് ഷൈമോളുടെ നിയമ പോരാട്ടം. ഷൈമോളെ കൈവീശി അടിച്ച എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ മുൻ CI പ്രതാപചന്ദ്രൻ മാത്രമല്ല, മുടിക്കുത്തിൽ പിടിച്ചു വലിച്ച വനിതാ പോലീസുകാരും നടപടി നേരിടേണ്ടി വരും. പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ സംതൃപ്ത അല്ല എന്നും നിയമ പോരാട്ടം തുടരുമെന്നും ഷൈമോൾ ഇന്ന് ന്യൂസ് മലയാളത്തിലൂടെ വ്യക്തമാക്കി. ജൂൺ 20 ഗർഭിണിയായിരുന്ന ഷൈമോളെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ CI പ്രതാപചന്ദ്രനെ സസ്പെൻഡ് ചെയ്തിരുന്നു. 1.5 വർഷത്തോളം നീണ്ട ഷൈമോളുടെ നിയമ പോരാട്ടമാണ് ഇന്നലെ ഫലം കണ്ടത്. പരാതി പറഞ്ഞാൽ കള്ളക്കേസെടുത്തും ഭീഷണിപ്പെടുത്തിയും ഒതുക്കാമെന്ന് കരുതിയ പോലീസ് ഹുങ്കിന്റെ കരണത്താണ് ഇന്നലെ അടികിട്ടിയത്. എന്നാൽ നടപടിയിൽ ഷൈമോൾ സംതൃപ്തയല്ല. കൂടുതൽ തെളിവുകൾ ഹാജരാക്കി കോടതിയിൽ നിയമ പോരാട്ടം തുടരുമെന്ന് ഷൈമോൾ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. നടപടിയെടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി ബാക്കി നമ്മൾ നിയമപരമായിട്ട് വീണ്ടും മുന്നോട്ട് പോകും. ഈ നടപടിയിൽ സംതൃപ്തരാണോ? അല്ല. കുഞ്ഞുങ്ങളെ വലിച്ചെറിയാൻ ശ്രമിച്ചുവെന്നും സ്റ്റേഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചെന്നുമുള്ള പ്രതാപചന്ദ്രന്റെ വാദങ്ങളെയും ഷൈമോൾ തള്ളി. ഞാൻ എന്തിനാ എൻ്റെ കുഞ്ഞുങ്ങളെ അറിയാൻ ശ്രമിക്കുന്നത്? ഈ ശ്രമിക്കുന്നതും ചെയ്യുന്നതുമായിട്ട് വളരെയധികം വ്യത്യാസമുണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ തൊട്ട് തിരിച്ചു വരുന്ന വരെയുള്ള CCTV ഫുട്ടേജ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ കോടതിയിൽ ഹാജരാക്കും. ഞാൻ അവിടെ ഒരു അക്രമവും സൃഷ്ടിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ക്രിമിനലുകളായ പോലീസുകാരെ സംരക്ഷിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്വേഷണം നടത്തിയിട്ട് തെറ്റായ വിവരമാണ് ആഭ്യന്തര മന്ത്രിയുടെ കയ്യിൽ കിട്ടിയതെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് പോലും അറിയാനുള്ള സംവിധാനം ഒന്നുകിൽ കേരളത്തിലെ പോലീസിലില്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിലില്ല, അല്ലെങ്കിൽ ഇത് അറിഞ്ഞിട്ടും മനഃപൂർവ്വം ഇത് മറച്ചുവെച്ചു. രണ്ടായാലും ഗുരുതരമായ പ്രശ്നമാണ്. അപ്പോൾ ഇതിൽ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയുകയും. വീഡിയോയിൽ ഉണ്ടായിരുന്ന മുഴുവൻ പോലീസുകാർക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. 2 കൈക്കുഞ്ഞുങ്ങളുമായി വന്ന ഗർഭിണിയായ ഷൈമോളെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും ഉപദ്രവിച്ചിരുന്നു. അന്ന് പോലീസ് സ്റ്റേഷനിലുണ്ടായ സംഭവങ്ങളുടെ കൂടുതൽ CCTV ദൃശ്യങ്ങളും ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ച യുവതിയുടെ ഭർത്താവ് പോലീസുകാരുടെ കാല് പിടിക്കുന്നതും ഷൈമോളെ പോലീസുകാർ ആട്ടിയിറക്കി വിടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. എറണാകുളം നോർത്ത് CI ആയിരുന്ന സമയത്ത് പ്രതാപചന്ദ്രനെതിരെ നിരവധി പരാതികളാണ് ഉയർന്നു വന്നത്. മിന്നൽ പ്രതാപൻ എന്നാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. പോലീസിനെ ആക്രമിച്ചെന്ന കേസിൽ കസ്റ്റഡിയിലെടുത്ത യുവനടൻ സനൂപിനെ മുഖത്തടിച്ചെന്നും പരാതി ഉയർന്നിരുന്നു. കാക്കനാട് സ്വദേശി റിനീഷിന് ലാത്തി കൊണ്ടുള്ള മർദ്ദനത്തിൽ അന്ന് സാരമായി പരിക്കേറ്റിരുന്നു. കാക്കനാട് സ്വദേശി എന്തിന് എറണാകുളം നോർത്തിൽ വന്നു എന്ന് ചോദിച്ചായിരുന്നു പ്രതാപൻ കൈതരിപ്പ് തീർത്തത്. ഇതിരുന്നപ്പോൾ 2 പേര് വന്നിട്ട് മറ്റേ ചൂരിൽ വെച്ച് ഇങ്ങനെ പയ്യെ അടിച്ചിട്ട് എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഹെഡ്സെറ്റൊക്കെ വെച്ചിരിക്കണായിരുന്നു, കണ്ടില്ലായിരുന്നു. ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവിടെ ഇരിക്കാൻ പാടില്ലാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. നീ എന്തിനാ ഇവിടെ ഇരിക്കണേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വെയിലായപ്പോൾ വന്നിരുന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ച് നിന്റെ വീട് എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാക്കനാടെന്ന് പറഞ്ഞു. കാക്കനാടുള്ളവൻ എറണാകുളത്ത് എന്തിനാ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്തിനാണ് എന്നെ തല്ലണേന്ന് ചോദിച്ചു. അയാൾക്ക് തല്ലി ഇൻട്രസ്റ്റ് ആയെന്ന് തോന്നുന്നു. ഭയങ്കര ഒരു ഹരത്തോട് ലഹരിയാന്ന് തോന്നുന്നു തല്ലണത്. നേരത്തെ പ്രതാപചന്ദ്രനിൽ നിന്ന് ദുരനുഭവം നേരിട്ടിട്ടുണ്ടെന്ന പരാതിയുമായി BJP വനിതാ നേതാവ് പ്രീപ്തിയും രംഗത്തെത്തി. നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾക്കൊരു പ്രൊട്ടക്ഷൻ കിട്ടേണ്ട ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ത്രീയോട് സംസാരിക്കാൻ പറ്റാത്ത തരം അസഭ്യമായ ഭാഷയിലാണ് അദ്ദേഹം എനിക്ക് തിരിച്ച് റിപ്ലൈ തന്നത്. സ്പെഷ്യൽ ബ്രാഞ്ച് പ്രതാപചന്ദ്രനെതിരെ 3 തവണയാണ് റിപ്പോർട്ട് നൽകിയത്. എന്നാൽ റിപ്പോർട്ടിന് ശേഷവും കർശന നടപടി ഉണ്ടായില്ല. ന്യൂസ് മലയാളം, കൊച്ചി.